ലെഫ്റ്റ് റൈറ്റ് 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 ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അറ്റൻഷൻ. എടോ താനൊക്കെ എന്തായി ചെയ്യുന്നേ? ഓ, ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇടത്തെ കാലും വലത് കൈയും മുന്നോട്ട് നീട്ടണം. റൈറ്റ് എന്ന് പറയുമ്പം വലത് കാലും ഇടത് കൈയും. അത് പിന്നെ മേഡം, ഇംഗ്ലീഷ് സൗണ്ട് കേൾക്കുമ്പോ തന്നെ കൈയും കാലും ബ്രെയിനും ഒക്കെ മരവിച്ച് പോകുന്നു. എടോ ബഹദൂർ, തന്റെ ഈ രോഗത്തിന് വേഗം ചെന്ന് ട്രീറ്റ്മെന്റ് എടുത്തോ. കാരണം അടുത്ത ആഴ്ച അടുത്തൊരു ഗ്രാമത്തിലെ ഒരു ഇംഗ്ലീഷ് രാജകുമാരൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്കുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മളുടെ കയ്യിലാ ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് തന്നോണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ, ശരി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും മാസ് ഡ്രില്ലിന് റെഡിയായി നിൽക്കേ. ലെറ്റ്സ് സ്റ്റാർട്ട് ഡ്രിൽ. അപ്പ്, ഫ്രണ്ട്, സൈഡ്, ഡൗൺ. എന്താണോ നിങ്ങൾ ഈ ചെയ്യുന്നേ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ മുഖത്ത് കരിവാരി തേക്കുന്നാ തോന്നുന്നേ. എന്താ പറ്റിയത് ബന്ധുക്കിനിജി? ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അടുത്ത ആഴ്ച ഇംഗ്ലീഷ് പ്രിൻസ് വരാൻ പോവുക. അപ്പൊ നമ്മുടെ കാര്യം എന്താവും? ഇങ്ങനെ പോയ ഫണ്ടൂഷ് നഗറിന് പേരുദോഷം ഉണ്ടാവുമല്ലോ. നൗ വി ടോക്ക് ഇംഗ്ലീഷ്, വാക്ക് ഇംഗ്ലീഷ്. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇംഗ്ലീഷ്. ചാച്ചു, കഴിക്കൂ കുടിക്കൂ ഉറങ്ങുവല്ല, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് സ്ലീപ്. കണ്ടോ ബദീജെ, എല്ലാവരുടെ ഇംഗ്ലീഷും പ്രശ്നത്തിലാ. ആ ഇംഗ്ലീഷ് ഫ്രണ്ട്സിന്റെ സെക്യൂരിറ്റിയോട് ചേർത്ത് അയാളുടെ കയ്യിലുള്ള ഡയമണ്ട് ഇല്ലേ, അതിന്റെ സെക്യൂരിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ കയ്യിലാ ഉള്ളത്. ബന്ധുക്നീജി, റെസ്പോൺസിബിലിറ്റി അല്ല, റെസ്പോൺസിബിലിറ്റി ആണ്. ബന്ധുക്കിനിജി, നിങ്ങളുടെ ഇംഗ്ലീഷ് ഓൾസോ പ്രശ്നമാണ്. അതെ ബദീജെ, ഇപ്പൊ നീ തന്നെ എല്ലാവർക്കും അങ്ങ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കേ. ഫണ്ടൂഷ് നഗറിന്റെ പേര് ഡാമേജ് ആകാതെ രക്ഷിക്കേ. സാറേ, ആ പ്രിൻസിന്റെ കയ്യില് ഏതോ ഒരു അപൂർവമായ ഡയമണ്ട് ഉണ്ട്. മൻമോജി ചെയ്യുന്നതെല്ലാം ഗുലുമാലായിരിക്കും. അത് കണ്ട് ജനങ്ങൾ ഞെട്ടും. ആ ഡയമണ്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. ഓ, എല്ലാവരും വരൂ വരൂ. ഇംഗ്ലീഷ് ക്ലാസ്സിനുള്ള ടീച്ചറില്ലേ, അവരിതാ എത്തിക്കഴിഞ്ഞു. വാ വാ, വേഗം ക്ലാസ് തുടങ്ങാം. മേഡം, എന്നെ രക്ഷിക്കണേ. ഇത് വീണ്ടും പ്രശ്നമായല്ലോ. ഇത് ഏത് തരം ഇംഗ്ലീഷ് ക്ലാസ് ആണ്? എന്താ ചെയ്യുന്നേ? ബദീജ പറഞ്ഞത് നമ്മൾ എല്ലാവരും ആ ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന് വായിച്ചു പഠിക്കണമെന്നാണ്. അതെല്ലാം ഈസിയാക്കി മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ആ കഴുതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. അതായത് എ ഫോർ ആപ്പിള്, ബി ഫോർ ബോള്, സി ഫോർ കാറ്റ് ആൻഡ് ഡി ഫോർ ഡോങ്കി. മേഡം, ആരെങ്കിലും കഴുതി ഒന്ന് പിടിച്ചു നിർത്ത്. എനിക്ക് തല കറങ്ങുന്നു. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. കഴുതയുടെ വാലിൽ പിടിച്ച് വലിക്കേ. ആരെങ്കിലും ഇതിനെ ഒന്ന് പിടിച്ചു നിർത്ത്. രജനിക്ക് നത്തിങ് ഇംപോസിബിൾ. എടാ കഴുതേ, സ്റ്റോപ്പ് ഐ സേ. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. അയ്യോ അമ്മ, രക്ഷിക്കണേ. ഞാനിപ്പോ ഇഡ്ലി ചട്നി ആയി പോയി. ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നത്? എന്താണ് ഇതൊക്കെ? നീ ഇതിനൊക്കെ കാരണം. എന്താണ് നിന്റെ പേര്? എല്ലാവരും ഒന്ന് സമാധാനിക്ക്. വരൂ, ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് റൂൾ, എന്ത് സംസാരിച്ചാലും ഇംഗ്ലീഷ് തന്നെ പറയണം. ഇപ്പൊ പറയൂ. കമോൺ, ഇപ്പൊ എന്താ പറ്റിയത്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഓ മൈ പതിജ ഈസ് സൂപ്പർ സ്റ്റാർ. താനിപ്പോ എന്താണോ ഈ ചെയ്യുന്നേ? തന്നെ കൊണ്ട് ഞാൻ തോറ്റു. ബന്ധുക്നീജി, ഇംഗ്ലീഷിൽ പറയേ. എടാ ഫൂളിഷ് മെയിൽ ബഫലോ ടൈൽ. എടോ ചാച്ചാ, ഐഡിയ ഫുൾ ഫെയിൽ. മണി ഡോണ്ട് കം ഓൺ ട്രീ. നോ ABCD ഫോർ ഫ്രീ. ഓക്കേ, ലെറ്റ് ലേൺ ABCD. ബന്ധുക്നീജി, സ്റ്റാർട്ട്. A for apple. B ഫോർ വലിയ ആപ്പിൾ. അയ്യോ അമ്മ. C ഫോർ ചെറിയ ആപ്പിൾ. D ഫോർ തരൂ ആപ്പിൾ. E ഫോർ ഇതാ ആപ്പിള്. ചേടാ, ഒരു മിനിറ്റ്. നിങ്ങൾ ABCD പറയുന്ന കേട്ടാ ഞാൻ ഇംഗ്ലീഷ് മറക്കുന്ന തോന്നുന്നേ. ആ പിന്നെ നമ്മൾ പ്രിൻസിന്റെ എന്റർടൈൻമെന്റിന് വേണ്ടി പ്ലേ ചെയ്യാം. ആ നാടകത്തിന്റെ പേരാണ് സ്നോ വൈറ്റ് ആൻഡ് 7 Dwarfs. സ്നോ വൈറ്റിന്റെ റോൾ ചെയ്യുന്നത് ബന്ധുക്നീജി. നമ്മളാണ് 7 Dwarfs.
ഈ കഥയിൽ ഒരു ദുഷ്ടറാണിയുണ്ട്. അവര് സ്വയം സുന്ദരിയെന്ന് നിരൂപിക്കാൻ വേണ്ടിട്ട് രാജകുമാരിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവളെ കൊല്ലാൻ വേണ്ടിട്ട് ഈ വിഷമുള്ള A4 ആപ്പിൾ കൊടുക്കുകയാണ്. എടോ പതിച്ചേ, ഇവിടെ ഇങ്ങനെ നാടകം കളിച്ചോണ്ടിരുന്നാൽ അവിടെ ഡയമണ്ടിന് ആര് സെക്യൂരിറ്റി കൊടുക്കും? ആ ബന്ദുക്നീജി, നമ്മൾ ആ ഡയമണ്ട് ഈ ആപ്പിളിനകത്ത് ഒളിപ്പിച്ചു വെക്കാം. നാടകവും സെക്യൂരിറ്റിയും രണ്ടും ഒരുമിച്ച്. അതേതായാലും നല്ല സൂപ്പർ ഐഡിയ. ഓജി ഓയ് വാക്കിംഗ് ഓൺ നീ എന്നെ ചവിട്ടി കൊല്ലല്ലേ. ചാച്ചു, എനിക്ക് തോന്നുന്നത് പ്രിൻസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ ടാലന്റ് കാണിക്കുന്നതാ നല്ലത്. എന്ന് വെച്ചാൽ വെൽക്കം ടു ഫണ്ടൂഷ് നഗർ പ്രിൻസ്. Hey, wow! What colorful costumes! This is called lungi and this is dhoti. Yeah, I want that. I want dhoti. അത് കണ്ടോ ചാച്ചു? ഓയ് കലക്കി പതിച്ചേ, പ്രിൻസ് ഒരുപാട് ഇംപ്രസ് ആയിന്ന് തോന്നുന്നത്. Now Prince, we invite you for food as our culture on banana leaves. Tasty. Badija, this is Walter, my servant. I trust him the most. Who is take care of this? Diamond from Bandus Nagar. Don't worry, it will be safe here. ജീജെ, അതാ കണ്ടോ ഡയമണ്ട്. ജീജെ, നമ്മളിവിടെ ഉള്ളപ്പോ ആ ഡയമണ്ട് എങ്ങനെ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നതാ? ഓജി come now. What to play for your entertainment? Hey, wow! What is the name of the fly? Impossible, I say. Chenna slow ആയിട്ടാ and seven wonder. എടാ foolish male buffalo tail. എടോ ചാച്ചാ, ഐഡിയ ഫുള്ള് ഫെയിൽ. Not 7 stars, 7 doors. Oh, What is not male come from tree. Prince, it's Snow White and 7 dwarfs. Oh, lovely. Let's start them. ഹലോ സാറേ, ഡയമണ്ട് കിട്ടിപ്പോയി. ആ, അത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ജീജെ, നമ്മളെ വീണ്ടും അവന്മാര് കളിപ്പിച്ചിരിക്കോ? ഓ എന്റെ സാറേ, മിറർ മിറർ ടെൽ മീ ഹൂ ഈസ് മനോഹരം. സ്നോ വൈറ്റ്. സ്നോ വൈറ്റ്, നോ ഈറ്റ് പോയ്സൺ ആപ്പിൾ. അതെ മമ്മി, നിങ്ങൾ ശരിക്കും ഒരു അടിപൊളി ആക്ടർ ആട്ടോ. എന്ത് ആക്ടറോ? ആക്ടിങ് ചെയ്ത് ചെയ്ത് ഞാൻ അങ്ങ് തളർന്നു പോയി. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്യുന്നു. ഓയ് മമ്മിജി, നിങ്ങൾ എന്തായി ചെയ്തത്? ഇത് ഡയമണ്ട് ഉള്ള ആപ്പിള് ബദീജയുടെ കയ്യിലല്ലേ ഉണ്ടായിരുന്നത്? അത് അവിടെ സ്റ്റേജിലല്ലേ ഉള്ളത്? അത് ശരി. അപ്പൊ ഡയമണ്ട് ഉള്ള ആപ്പിള് ബദീജയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങള് കിട്ടുന്ന ഡ്രസ് എടുത്തിട്ട് ഓടിവാ. വേഗം ചെന്ന സ്റ്റേജിലുള്ള ആപ്പിൾ എടുത്തോണ്ട് ഓടിവാ. ചെല്ലേ. നിങ്ങൾ എല്ലാവരും ചേർത്ത് സ്ക്രിപ്റ്റ് മാറ്റിയോ? ഇവന്മാരെല്ലാം ആരാ എനിക്കറിയില്ല. Snow White, you white, apple red, no matching. Give me apple.
A4 ആപ്പിൾ എന്റേതാണ്. ഈ രാക്ഷസന്മാർ ആരാണടാ? A4 ആപ്പിൾ, B4 ആപ്പിൾ എടുത്തോണ്ട് ഓടിക്കോ. C4 അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണോ? ഓടിക്കോ. D4 ആ ആപ്പിൾ തട്ടിപ്പറിക്ക്. ഇങ്ങോട്ട് തരോ? ഇങ്ങോട്ട് ഒരു തരാൻ. ഭതീജെ പെട്ടെന്ന് എന്തേലും ഒരു ഐഡിയ ചെയ്യേ. എന്നെ കാലി വിടാനാ പറഞ്ഞേ. ഐഡിയ. Hey, I must tell you that I have seen Snow White and Seven Dwarfs, but this was real fun. എടാ ഫൂളിഷ് മേൽ ബഫലോ ടൈൽ. നാടകവും സെക്യൂരിറ്റി ഒന്നിച്ച് നടന്നത് കണ്ടില്ലേ? തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ, അല്ലേ ചാച്ചു? ആ ഭതീജ.